ഗായ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് മഴ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ നല്ല തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത് വെച്ചാൽ കാറ്റുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു വിമാനം കിടപ്പുണ്ട്. അതിൻ്റെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്ന കൂടെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഒത്തിരി ആൾക്കാർക്കൊന്നും അറിയത്തില്ല, ഈ കാറ്റുപാറയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുന്നത് ആ ഒരു കാറ്റുപാറയും അതിന് തൊട്ടടുത്തുള്ള ക്രാഷ് ലാൻഡ് ചെയ്ത വിമാനവും അങ്ങനെ അതിന് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേര് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകുന്നത് കാറ്റുപാറയിലേക്കാണ്. അവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. ഒരു വിമാനം, പിന്നെ ചുറ്റും പാറക്കെട്ടുകൾ, ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ പോയി നോക്കിയിട്ട് വരാം. ഈ ഒരു വ്യൂ പോയിൻറ്റിൽ എത്തിച്ചേരണമെങ്കിൽ ചെറുതോണി ഭാഗത്തു നിന്നും വരുന്നവരാണെങ്കിൽ തടിയമ്പാട് ഇറങ്ങി തടിയമ്പാട് പാലം കഴിഞ്ഞ് മുൻപോട്ട് നീങ്ങി കഴിയുമ്പോൾ ആദ്യത്തെ ഇടതോട്ടുള്ള വഴിയെ നേരെ പോയി കഴിയുമ്പോൾ ചാപ്പാസിറ്റി എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയിലെത്തും. അവിടെ എത്തിക്കഴിയുമ്പോൾ വലത്തോട്ടുള്ള ഇറക്കമുള്ള വഴിയെ നേരെ അങ്ങ് കയറിപ്പോയാൽ ഈ ഒരു കാറ്റുപാറയിൽ എത്തിച്ചേരാം. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു ഓഫ് റോഡിൻ്റെ അടിയിലാണ് വന്ന് നിൽക്കുന്നത്. കയറിപ്പോകാൻ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെ ആ റോഡൊന്ന് കാണിച്ചു തരാം. ഇങ്ങോട്ടുള്ള റോഡൊക്കെ വളരെ മോശമാണ്. നേരത്തെ ഞങ്ങൾ ഒരു ആഴ്ച ഇവിടെ വന്നപ്പോൾ വഴിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇപ്പം വഴി വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ബൈക്കിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഓഫ് റോഡ് കളിച്ച് ഇവിടം വരെ വന്നു കഴിഞ്ഞു. ഇനി ഇറങ്ങി പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം മൊത്തം തെറ്റിക്കിടക്കുക. പോകുന്ന വഴിക്ക് അള്ള് എന്ന് പറയുന്നൊരു ബോർഡ് കണ്ടു. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ആ വഴിയൊന്നും ഇറങ്ങിയില്ല. മൊത്തത്തിൽ പാറയൊക്കെ തെന്നിക്കിടക്കുകയായിരുന്നു. നമ്മുടെ വിമാനത്തിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ അവിടെ ഒരു മരത്തിലൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ആ ഒരു ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഊഞ്ഞാൽ നാടാനൊക്കെ തോന്നും. പക്ഷേ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. ബലമൊന്നുമില്ല, ചിലപ്പോൾ ഒടിഞ്ഞ് താഴെ പോകും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്താറായപ്പോൾ അതിശക്തമായൊരു മഴ പെയ്തു. വിമാനത്തിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറി കുറേ നേരം നിന്നു. പിന്നെ മഴയെല്ലാം മാറിയതിന് ശേഷമാണ് ഞങ്ങൾ ആ മല കയറാൻ വേണ്ടി പോയത്. വിമാനത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മഴ മാറിയപ്പോൾ ഞങ്ങൾ നേരെ മല കയറാൻ വേണ്ടി പോയി. ഈ വിമാനത്തിൻ്റെ അതിലെയുള്ള വഴിയെ നേരെ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പാണ്ടിപ്പാറയിലെ വ്യൂ പോയിൻറ്റിൽ എത്തിച്ചേരാം. പാണ്ടിപ്പാറ കുരിശുമലയിൽ. അപ്പം അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എല്ലാവരും കയറി കാണും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. വഴി മൊത്തം തെന്നി തെറിച്ച് കിടക്കുക. താഴേക്ക് നോക്കിയാൽ മൊത്തം പായലാണ്. നോക്കി കണ്ടൊക്കെ കയറി പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ലിപ്പായി വന്നോടത്ത് തന്നെ പോയി കിടക്കുന്നുണ്ട്. ഇനി തിരിച്ചെങ്ങനെ ഇറങ്ങും എന്ന് നമ്മൾ ആലോചിക്കണം. അതെ, തിരിച്ച് നമ്മൾ ബൈക്ക് എങ്ങനെ ഇറക്കും എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഗായ്സ്, ഇതാണ് കാറ്റുപാറ. നമ്മൾ കാറ്റുപാറയിലാണ് വന്ന് നിൽക്കുന്നത്. ഇതാണ് കാറ്റുപാറ. ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഒന്നും പറയാനില്ല, സൂപ്പർ സ്ഥലം. എല്ലാവരും വന്ന് പാസ് ചെയ്തിട്ട് പോകേണ്ട ഒരു മസ്റ്റ് സ്ഥലമാണ്. അങ്ങോട്ട് നോക്കിയാൽ അറിയാം. ഏതാ ആക്കിയൊരു സ്ഥലമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നല്ല രസമുണ്ട് ആ ഭാഗത്ത് കാണാനായിട്ട്. മുകളിൽ കുറച്ച് കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ നടന്ന് കയറി കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളപ്പോൾ സ്ട്രെയിറ്റ് ഒന്ന് നടന്നു നോക്കിയിട്ട് വരാം. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞായിരുന്നു ഡാം കാണാമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ എവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ഈ ഒരു സ്ഥലത്താണ് ഡാം നിൽക്കുന്നത്. അപ്പം ഇങ്ങോട്ട് നമുക്ക് കയറി നോക്കാം. ഭയങ്കര ജലദോഷമൊക്കെ ഉണ്ട്, അതാണ് ശബ്ദത്തിന് കുറച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ നടന്നു പോയിട്ട് അവിടെ പോയി ഇരിക്കാൻ വരാൻ പറ്റും. പക്ഷേ സെറ്റലാണെന്ന് തോന്നുമ്പോൾ നമുക്ക് അത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. സേഫ്റ്റി പണ്ട് പറയുന്ന പോലെ സേഫ്റ്റി മുഖ്യം. സ്ഥലം എങ്ങനെയുണ്ട്? പൊളി സ്ഥലമാണല്ലേ.
അടിപൊളി കാഴ്ചകൾ. ഈ സ്ഥലമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പ്രേക്ഷകർക്ക്? സ്ഥലം ഏതൊക്കെയാന്ന് വെച്ചാൽ ആ ഭാഗം ചെറുവാണി ഭാഗം, പിന്നെ ഇങ്ങോട്ട് തടിയമ്പാട് ഭാഗമൊക്കെയാണ്. ഇടുക്കി ഡാമൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലം? അത് ഡാം ഇവിടെ ചെറുതാണിയാണെങ്കിൽ അവിടെ ആ ഭാഗത്തായിരിക്കും മിക്കാറ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചില്ല ഇതുവരെ, നമുക്ക് നോക്കാം. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കിയിട്ടൊന്നും ഇടുക്കി ഡാമിലെ വെള്ളം കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ നിന്ന് കിടക്കുന്ന ഈ ഒരു വഴിയെ നേരെ കയറി പോയി കഴിഞ്ഞാൽ പാണ്ടിപ്പാറ വ്യൂ പോയിന്റിലെത്തും. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാമിലെ വെള്ളം കറക്റ്റ് കാണാൻ പറ്റും. മഴവില്ല് നമ്മുടെ ഫോണെ കിട്ടുമോയെന്നറിയത്തില്ല, ശ്രമിച്ചു നോക്കാം. അപ്പം നമ്മൾ മഴവില്ല് കാണാൻ നമുക്ക് പറ്റിയിരിക്കുകയാണ്. അതായത് എൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മഴവില്ല് കാണാൻ പറ്റും. അത് വലിയൊരു കാര്യം. മഴവില്ല് കുറേ കാലമായി കണ്ടിട്ട്, ഞങ്ങൾക്ക് മഴവില്ലും കാണാനായിട്ട് പറ്റി. സ്ഥലം അടിപൊളി സ്ഥലം, കാറ്റുപാറ. വരാനുള്ള ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. സോ മസ്റ്റായിട്ട് വന്ന് കണ്ടിട്ട് പോവാം. ദൂരെ ദൂരെ അങ്ങു ദൂരെ ദൂരെ എന്തൊക്കെയോ മറന്നുപോയി ബാക്കി. അതൊരു വല്ലാത്ത പാട്ടായി പോയി ഗായ്സ്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിക്കും ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയിൽ ഭൂമി സുന്ദരം. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് കാറ്റുപാറയിൽ തന്നെ അതിമനോഹരമായിട്ടൊരു സ്ഥലമാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും കാണാൻ വളരെ രസമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹിൽ ടോപ്പിലാണ് വന്ന് നിൽക്കുന്നത്. വരുന്ന വഴിക്കായിട്ട് ഒരു വിമാനം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വിമാനം ക്രാഷ് ലാൻഡ് ചെയ്ത പോലെ തോന്നും. അവിടെ ആ ചേട്ടൻ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അത് വിസിറ്റേഴ്സിനൊക്കെ വേണ്ടി, വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടി കാണാനായിട്ട് മാറ്റി വച്ചിരിക്കുകയാണ് ആ ഒരു നിർമ്മിതി. അപ്പോൾ അത് വന്ന് കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ പോവാം. അതുപോലെ തന്നെ അത് വരുന്ന വഴിക്ക് ചെറിയ ചെറിയ ഊനാലുകൾ, പിന്നെ അതുപോലെ അള്ള് മനസ്സിലായല്ലോ, ചെറിയൊരു ഗുഹ പോലെ ആയിരിക്കും. അതിലൂടെ കയറി നമുക്ക് പോകാം. മഴക്കാലത്ത് അത് പോസിബിൾ അല്ല, വേനൽക്കാലത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതും എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. അത് കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലേക്ക് കയറി കഴിയുമ്പോഴാണ് ശരിക്കും കാറ്റുപാറയുടെ വ്യൂ കിട്ടുന്നത്. ഇതാണ് ശരിക്കും ഹിൽ പോയിന്റ്. കാറ്റുപാറ ഹിൽ പോയിന്റിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഇച്ചിരി ഡേഞ്ചർ സ്ഥലമാണ്. മഴയുള്ള സമയത്തൊന്നും അങ്ങ് പാറയുടെ വക്കിലേക്കൊന്നും പോകരുത്. വഴുക്കലുണ്ട്, തെന്നി വീഴാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്തൊക്കെ വരുവാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾ പാറയുടെ അങ്ങോട്ട് വക്കിലേക്കൊന്നും പോകരുത്, സേഫ്റ്റി നോക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 360 വ്യൂവിലാണ് നിങ്ങൾക്ക് വ്യൂ കിട്ടുന്നത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് വ്യൂ കാണാം, അതുപോലെ എൻ്റെ ഫ്രണ്ടിലും വ്യൂ ഉണ്ട്. അങ്ങനെ 4 സ്ഥലത്തുകളിൽ നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂ കിട്ടും. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, മഴയുണ്ട്, എല്ലാം ഉണ്ട്. സോ വളരെ നല്ലൊരു സ്ഥലമാണ്. വരിക, എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ഉന്നമടക്കായലിൽ വീണേ വെണ്ണ കോരിയെടുക്കാൻ ഞാൻ. മറ്റിയേ കുഞ്ഞിളം കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കുഞ്ഞു മഞ്ചാടി കുന്നിലേറാ. മേളിലെന്തോ നിഗൂഢതകളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഗായ്സ്, അവിടെ ഒരു നിഗൂഢത ഇല്ലായിരുന്നു. അവിടെ അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. സോ നമ്മൾ എന്തിനാ വെറുതെ അങ്ങോട്ട് പോകാം, നമുക്ക് തിരിച്ചു പോകാം. കാറ്റുപാറയിലെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മല ഇറങ്ങാൻ തീരുമാനിച്ചു. മല ഇറങ്ങുന്ന വഴിക്ക് ആ കോൺക്രീറ്റ് വഴി മൊത്തം തെന്നിക്കിടക്കുകയായിരുന്നു. വളരെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങി വരാൻ. ഞങ്ങൾ അങ്ങ് പോകുന്ന വഴിക്ക് ഒരു വീടില്ലേ ലെഫ്റ്റ് സൈഡില്, ആ വീടിന്റെ അവിടം വരെ ഇപ്പം വീടാന്ന്, പിന്നെ അങ്ങോട്ട് വീട്ടിലേക്കുള്ള വഴിയാന്നോർത്ത് പോയില്ല. അവിടെ കുറച്ചുകൂടെ ഒരു ഇത്തിരി കയറ്റമുണ്ട്. പണ്ട് ആണോ? പിന്നെ അടുത്ത തവണ വരുമ്പോ പോവാതെ അത് മിസ്സായി. ശരിയാണെങ്കിൽ കോസ്മോസ് വണ്ടി നമ്മൾ എങ്ങനെ ഇറക്കും? இந்த மாதிரி நேரங்களை வீரங்கள் சொல்ற வார்த்தை பார்த்துக்கலாம். അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോഞ്ചിക്കലാവോ?
ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പ. ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക. തല്ലിപ്പൊട്ടിക്കുന്ന കാര്യം അത് നമ്മുടെ ബെല്ലൈക്കൺ അത് തല്ലിപ്പൊട്ടിക്കുക. See you soon.